ലിസ്റ്റ് ഇൻ HTML ഓർ ഹൗ ടു ആഡ് എ ലിസ്റ്റ് ടു എ വെബ് പേജ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ലിസ്റ്റ് എങ്ങനെയാണ് ഇരിക്കുക എന്നൊക്കെ. സോ എ ലിസ്റ്റ് ഇസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഐറ്റംസ് അണ്ടർ എ കോമൺ ഗ്രൂപ്പ് ഓർ കാറ്റഗറി. ഒരു കോമൺ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു കോമൺ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന സിമിലർ ഐറ്റംസിനെയാണ്, കളക്ഷൻ ഓഫ് സിമിലർ ഐറ്റംസിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ആപ്പിൾ, ബനാന ഇങ്ങനെ പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള സിംഗിൾ വാല്യൂസിനെ നമുക്ക് ലിസ്റ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ കുറച്ചിപ്പോൾ ഒരു ലെങ്തി സെൻറ്റൻസുകളെ വേണമെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതാം. അതായത് ഇപ്പോൾ ഒരു പ്രൊസീജിയർ എഴുതുകയാണ്, ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 1 2 3 4 നമ്പർ ഇട്ടിട്ട് ആ ഓർഡറിൽ ആ പ്രൊസീജിയർ എഴുതുന്നത്, അതിനെ നമുക്കൊരു ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. ഫസ്റ്റ് ടൈപ്പ് ഇസ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് മെമ്പർ ഇസ് മാർക്ക്ഡ് വിത്ത് എ ന്യൂമറൽ ഓർ ലെറ്റർ. അതായത് ഒരു ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് അതിൽ ലിസ്റ്റിൻ്റെ മെമ്പേഴ്സിന് നമ്മൾ ലിസ്റ്റ് ഐറ്റംസ് എന്നാണ് പറയുക. ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ ഒരു നമ്പർ അല്ലെങ്കിൽ ലെറ്റർ ഉണ്ടാവും. അതൊരു ഓർഡറിലാവും ഉണ്ടാവുക. അതായത് 1 2 3 4 അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞ ഓർഡറിൽ നമ്മളിങ്ങനെ ഓരോ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ 3 ടൈപ്പ് ലിസ്റ്റുകൾ 1 2 3 നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ലിസ്റ്റുകളെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. അതേസമയം അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബുള്ളറ്റഡ് ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ അവിടെ ഓർഡർ ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യണില്ല, നമ്മൾ ആ കൊടുത്ത ഓർഡറിൽ അവിടെ വരും. പക്ഷേ അതിനൊരു ഓർഡറിന് റെലവൻസ് ഇല്ലാത്ത കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവാം നമ്മൾ ബുള്ളറ്റഡ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. നമ്മുടെ ആവശ്യം ഏതാണെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ലിസ്റ്റ് വേണമെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബുള്ളറ്റഡ് എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മളതിന് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇതൊരു ലിസ്റ്റ് ആണെങ്കിൽ ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ട്. ഓരോ എലമെൻറ്റിനും നമ്മൾ ബുള്ളറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബുള്ളറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പോയിൻറ്റ്സ് എഴുതുന്നത് തന്നെയാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയാം. ദെൻ ഡെഫിനിഷൻ ലിസ്റ്റ്. ഇറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡെഫിനിഷൻസ്. കുറേ ടേംസും അതിൻ്റെ ഡെഫിനിഷനും ആ രീതിയിൽ വരുന്ന ലിസ്റ്റിനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എനിക്കിങ്ങനെ എഴുതണമെന്നിരിക്കുക, ഓർഡേർഡ് ലിസ്റ്റ് എന്നൊരു ടേം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ടേം എഴുതുക, അൺഓർഡേർഡ് ലിസ്റ്റ്, അതിനൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഈ ഒരു രീതിയിൽ പോകണം. അവിടെ നമ്പറോ ബുള്ളറ്റോ ഒന്നും വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബുള്ളറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്. ഈ യൂസ് UL ആൻഡ് LI ടാഗ്സ്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടാഗുകളാണ് UL ടാഗും LI ടാഗും. UL ടു ഡിഫൈൻ ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് LI ടു ഡിഫൈൻ ദി ഐറ്റംസ് ഓഫ് ദി ലിസ്റ്റ്. ലിസ്റ്റിനകത്തെ മെമ്പേഴ്സിനെ നമ്മൾ ഐറ്റംസ് എന്നാണ് പറയുക. ഇപ്പോൾ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ ഓരോ മെമ്പറിനെയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ LI ടാഗാണ് യൂസ് ചെയ്യുക. അതേസമയം ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ UL ടാഗാണ് യൂസ് ചെയ്യുക. അതായത് ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയാം UL ടാഗ് ഇട്ടിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ ലിസ്റ്റ് ഐറ്റത്തിന് നമ്മൾ LI ഇട്ടിട്ട് പറയും. LI item 1 ദെൻ /LI. ഈ /LI എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അടുത്ത LI ടാഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ ലിസ്റ്റ് ഐറ്റം തീർന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കോളും ബ്രൗസർ. item 2 /LI. ഇങ്ങനെ ലിസ്റ്റ് ഐറ്റംസ് എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം അൺഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മളൊരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. സോ UL ഹാസ് 2 ആട്രിബ്യൂട്ട്സ്, കോമ്പാക്റ്റ് ആൻഡ് ടൈപ്പ്. UL എന്ന് പറയുന്ന എലമെൻറ്റിന് 2 ആട്രിബ്യൂട്ടാണുള്ളത്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും. കോമ്പാക്റ്റ് ആട്രിബ്യൂട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, കോമ്പാക്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോഡ്സിൽ കോമ്പാക്റ്റ്. ഇത് പല ബ്രൗസറും സപ്പോർട്ട് ചെയ്യാത്തൊരു ആട്രിബ്യൂട്ടാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചേഞ്ചും നമുക്ക് പല ബ്രൗസറിനകത്തും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കോമ്പാക്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇൻസ്ട്രക്ട്സ് ദി ബ്രൗസർ ടു റെഡ്യൂസ് സ്പേസിങ് ബിറ്റ്വീൻ ലൈൻസ്. അതായത് ഇതിനകത്തുള്ള ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കുറച്ചിട്ട് ഒരു കോമ്പാക്റ്റ് ലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ദെൻ നെക്സ്റ്റ് ടൈപ്പ്. ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് വരാവുന്ന വാല്യൂ സർക്കിൾ, ഡിസ്ക്, സ്ക്വയർ. അപ്പോൾ ടൈപ്പിന് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക, ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോഡ്സിലാണ് ഒരു വാല്യൂ കൊടുക്കുക. അതാണ് ഇവിടെ ഡബിൾ കോഡ്സ് ഇട്ടതിനർത്ഥം. അതിന് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരാം എന്ന് കാണിക്കാനാണ് കേട്ടോ കേളി ബ്രേസിന് ഇടയ്ക്ക് ഈ 3 വാല്യൂസും ഇടയ്ക്ക് ഇങ്ങനെ ബാർ ഇട്ട് കൊടുത്തത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പല വാല്യൂസ് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ അലൈൻ
എന്ന് പറയുന്നത് ലെഫ്റ്റ് വരാം, സെൻറ്റർ വരാം, റൈറ്റ് വരാം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ നോട്ടേറ്റ് ചെയ്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഇവിടെ എഴുതാം. ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു അപ്ലൈ സ്റ്റൈലിംഗ് ടു ദി ബുള്ളറ്റ് പോയിൻറ്റ്. ബുള്ളറ്റ് എങ്ങനെ വരണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സർക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ബുള്ളറ്റ് ഒരു സർക്കിളായിട്ടാണ് വരിക. അതേസമയം ഡിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിൽഡ് സർക്കിളാണ്. അതായത് ഒരു സർക്കിളിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് വരുന്ന ഒരു സർക്കിളിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയാം. ദെൻ സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫില്ല് ചെയ്ത സ്ക്വയർ ആയിട്ടായിരിക്കും ആ ബുള്ളറ്റ് പോയിൻ്റ് വരിക. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ എക്സാമ്പിൾ കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ലിസ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ UL എന്ന് കൊടുത്തു. UL എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, അൺഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്ക് ആയിരിക്കും. ഡിസ്ക്കാണ് അതിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൈപ്പ് സർക്കിളാന്ന് പറഞ്ഞു. ഇതിനകത്ത് ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് 4 ലിസ്റ്റ് ഐറ്റംസ് കൊടുത്തു. ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ എൻഡിൽ ഞാൻ /li കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൺ ചെയ്താൽ എങ്ങനെ കാണും നോക്കാം. ഇത് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഞാൻ സർക്കിൾ എന്ന് കൊടുത്തതുകൊണ്ട് ഇങ്ങനെയാണ് വരിക. ഇനി ഞാനിപ്പോൾ അവിടുത്തെ സർക്കിൾ കളയാണ്. ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ക് ആയിരിക്കും അതിൻ്റെ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഈ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ഒരു വെബ്സൈറ്റ് നാവിഗേഷനൊക്കെ കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാറുണ്ട് സാധാരണ ഒരു വെബ്സൈറ്റിലൊക്കെ ഇങ്ങനെ കുറേ ലിങ്കുകൾ ഇങ്ങനെ ഒരു ലിസ്റ്റായിട്ട് അവിടെ ഇട്ടിരിക്കുകയാവും. അപ്പോൾ ഇതിലിപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ്, പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലിങ്കുകളാണ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേർപ്പിൾ കളറിൽ കിടക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള HTML പേജിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള HTMLൻ്റെ എക്സാമ്പിൾസിലേക്കുള്ള ഓരോ ലിങ്ക് കൊടുത്താണ് ഞാൻ. സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിലേക്ക് പോകണം. ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നാവിഗേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലിസ്റ്റ് യൂസ് ചെയ്യും. ഇവിടെ ഞാനൊരു അൺഓർഡേർഡ് ലിസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ HTML കോഡ് ഇങ്ങനെ എഴുതാം. ലിസ്റ്റിലെ ഓരോ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പർ ലിങ്കാണ്. ഓരോ ഐറ്റം ഓരോ ഹൈപ്പർ ലിങ്കാണ്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് നമ്മൾ ഇങ്ങനെയാണല്ലോ കൊടുക്കുക. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്നൊരു ഹൈപ്പർ ലിങ്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ആങ്കർ ടാഗിനകത്ത് എഴുതണു. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ എവിടെയാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ഫയലിൻ്റെ പേരും ഇവിടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഐറ്റത്തിനെയും ഓരോ ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുക. നെക്സ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്. വി യൂസ് OL ആൻഡ് LI ടാഗ്സ്. OL ടാഗും LI ടാഗും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. OL ടു ഡിഫൈൻ ആൻ ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് LI ടു ഡിഫൈൻ ദി ഐറ്റംസ് ഓഫ് ദി ലിസ്റ്റ്. നേരത്തെ UL പറഞ്ഞ പോലെ തന്നെ ULന് പകരം ഇവിടെ OL ആണ് യൂസ് ചെയ്യാന്ന് മാത്രം. ദെൻ OL ഹാസ് 2 ആട്രിബ്യൂട്ട്സ്, കോമ്പാക്റ്റ് ആൻഡ് ടൈപ്പ്. ULൻ്റെ പോലെ തന്നെ കോമ്പാക്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ULൻ്റെ സെയിം ആണ്. ഇവിടെ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആണ് ഓർഡേർഡ് ആകുമ്പോൾ. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിന് ടൈപ്പ് വരാവുന്നത് ഇത്രയും ടൈപ്പുകളാണ്. സ്മോൾ ലെറ്റർ A അല്ലെങ്കിൽ ക്യാപിറ്റൽ A, സ്മോൾ ലെറ്റർ I, ക്യാപിറ്റൽ I, 1. ഇത്രയും ടൈപ്പുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. സ്മോൾ ലെറ്റർ A ആണ്, ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ A എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ABCD അങ്ങനെയായിരിക്കും ആ ലിസ്റ്റിന് നമ്പർ വരിക. ക്യാപിറ്റൽ A ആണെങ്കിൽ ക്യാപിറ്റൽ ABCD എന്ന് പറഞ്ഞ ഓർഡറിലാണ് വരിക. ദെൻ സ്മോൾ ലെറ്റർ I ആണെങ്കിൽ റോമൻ നമ്പേഴ്സാണ് വരിക. ഇങ്ങനെയാണ് വരിക. ദെൻ ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ റോമൻ നമ്പേഴ്സാണ്. അതിൽ 1 എന്നുള്ളിടത്ത് ക്യാപിറ്റൽ I ആണ് വരിക. 2 എന്ന് പറയുന്നത് 2 ക്യാപിറ്റൽ I. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലായിരിക്കും വരിക. ദെൻ 1 എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ലിസ്റ്റിനെ നമ്പർ ചെയ്യുക 1 2 3 4 എന്നായിരിക്കും. നമ്മൾ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് വരിക ഈ 1 2 3 4 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. നേരത്തെ ക്രിയേറ്റ് ചെയ്ത അൺഓർഡേർഡ് ലിസ്റ്റ് അത് തന്നെയാണ് ഇവിടെയും കൊടുത്തത്. ഞാനതിനെ ഓർഡേർഡ് ലിസ്റ്റ് എന്നാക്കി മാറ്റി കൊടുത്തു. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു A എന്നും കൊടുത്തു. അതായത് ABCD എന്നാണ് ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിനും വരേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് റൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതാ റൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ABCD എന്ന് ലേബൽ ചെയ്തുകൊണ്ട് 4 ലിസ്റ്റ് ഐറ്റംസ് വന്നു. ഇനി നമ്മൾ ടൈപ്പ് അവിടെ ABCD മാറ്റിയിട്ട് A മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പൊക്കെ അവിടെ കൊടുക്കാം. ഇനി ഒരു ടൈപ്പും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 1 2 3 4 എന്നായിരിക്കും വരിക. ടൈപ്പ് അവിടെ നിന്ന് കളഞ്ഞപ്പോൾ 1 2 3 4 എന്നായി. അപ്പോൾ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. നെക്സ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ, ഒരു ടേം അതിൻ്റെ ഡെഫിനിഷൻ ഈ ഒരു ഫോമാറ്റിൽ വരുന്ന ലിസ്റ്റാണ്. വി യൂസ് 3 tags to create a definition list. DL, DT, DD. ഇങ്ങനെ 3 ടാഗുകളാണ് യൂസ് ചെയ്യുക. DL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡെഫിനിഷൻ ലിസ്റ്റ് എന്നുള്ളതിൻ്റെ
കാണിക്കാൻ, ഡെഫിനേഷൻ ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DL യൂസ് ചെയ്യുക. ദെൻ DT യൂസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ടേം, അതിനകത്ത് ഓരോ ടേമിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടേമിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ ഡേറ്റയാണ്, ആ ടേമിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിനാണ് നമ്മൾ DD എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് എങ്ങനെ എഴുതുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക DL ടാഗിലായിരിക്കും, അതുപോലെ അതിൻ്റെ എൻഡ് ചെയ്യുക /DLലായിരിക്കും. ഇതിനിടയ്ക്ക് നേരത്തേക്ക് നമുക്കൊരു ലിസ്റ്റ് ഐറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മളൊരു ഡെഫിനിഷൻ ടേം പറയും, അതായത് ഇപ്പോൾ എനിക്ക് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ ടേമിൽ ഞാൻ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് എഴുതി, ഓർഡേർഡ് ലിസ്റ്റ് കോളൻ എന്നിട്ടിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ ടേം. ഇനി അതിൻ്റെ, അപ്പോൾ ഇതൊരു ഹെഡിങ് പോലെ വരും. ഇനി അതിൻ്റെ ഡേറ്റ എന്താണെന്നുള്ളത് അതിൻ്റെ താഴെ പറയാം, DD എന്നുണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കാം /DD. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡെഫിനിഷൻ ടേം, എനിക്കിപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ്, ദെൻ /DT, ദെൻ അതിൻ്റെ ഡെഫിനിഷൻ ഡേറ്റ. ഈ ഒരു ഫോമിലായിരിക്കും നമ്മളിത് എഴുതുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML എന്നൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഓരോ ലിസ്റ്റിൻ്റെയും പേരും അത് എന്താണെന്നും പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ലിസ്റ്റ് ഓരോ ലിസ്റ്റിൻ്റെയും ഡെഫിനിഷൻ എഴുതുമ്പോഴാണ്. ഇപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റിന് വേണ്ടി DL എന്നൊരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ടാഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ ടേമാണ്. ഓർഡേർഡ് എന്നാണ് എനിക്ക് വരേണ്ടത്, ഓർഡേർഡ് എന്ന് പറയാം. എന്നിട്ട് ഓർഡേർഡ് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഓർഡേർഡ് അതൊന്ന് ബോൾഡായിട്ട് വരാൻ വേണ്ടി ഞാൻ അതിന് B എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ആ ഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷനാണ് അതിൻ്റെ താഴെ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DD കൊടുത്തു. അപ്പോൾ ഈ DTയുടെ ഡെഫിനിഷനാണ് DDയിൽ ഉണ്ടാവുക. എന്നിട്ട് ആ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതി. അതിന് ശേഷം അടുത്തത് അൺഓർഡേർഡ് ലിസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അൺഓർഡേർഡ് എന്ന് കൊടുത്തു, അതിൻ്റെ ഡെഫിനിഷൻ എഴുതി. അടുത്ത ഡെഫിനിഷൻ ലിസ്റ്റാണ്, അപ്പോൾ ഡെഫിനിഷൻ എന്ന് എഴുതി. ആ ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് DDയിൽ എഴുതി. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ദെൻ റൺ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത ഹെഡിങ് മുകളിൽ വന്നു. ദെൻ അടുത്തത് ഡെഫിനിഷൻ ടേം ആയിട്ട് ഞാൻ ഓർഡേർഡ് എന്നായിരുന്നു കൊടുത്തത്. അത് ബോൾഡാക്കി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ താഴെയും മുകളിലൊക്കെ ഒരേ ഫോണ്ടായിരിക്കും വരിക. ഓർഡേർഡ് എന്ന് ഒരു ടേം വന്നു, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഇത്തിരി മാറിയിട്ട് അതിന് താഴെ വന്നു. അതിന് അടുത്ത ടേം അൺഓർഡേർഡ് വന്നു, അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ താഴെ വന്നു. ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും സ്റ്റൈലൊക്കെ, ഇപ്പോൾ ഞാനിവിടെ ബോൾഡ് എന്ന് കൊടുത്തില്ലേ, അതുപോലെ എന്തെങ്കിലും സ്റ്റൈലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓരോ ലിസ്റ്റ് എലമെൻറ്റിനും അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ഇവിടുത്തെ ഓരോ DDക്കും അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ഇസ് നെസ്റ്റഡ് ലിസ്റ്റ്. പുട്ടിംഗ് വൺ ലിസ്റ്റ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഇസ് കോൾഡ് എ നെസ്റ്റഡ് ലിസ്റ്റ്. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ് എഴുതാം. അങ്ങനെ എത്ര ലെവൽസ് ഓഫ് നെസ്റ്റിംഗ് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ അടുത്ത ലിസ്റ്റ് അങ്ങനെ പോകുന്ന ലിസ്റ്റിനെയാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എഴുതേണ്ടി വരിക? ഇഫ് വൺ ഓർ മോർ ഐറ്റംസ് ഓഫ് എ ലിസ്റ്റ് കണ്ടെയ്ൻസ് സബ് ഐറ്റംസ്. ഒരു ലിസ്റ്റിനകത്തെ ഒരു ഐറ്റത്തിനകത്ത് സബ് ഐറ്റംസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ് ഐറ്റംസിനെ നമുക്ക് അടുത്ത ലിസ്റ്റായിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റിനകത്ത് സബ് ലിസ്റ്റ്, അതിനകത്ത് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിനകത്ത് പിന്നെ ഒരു സബ് ലിസ്റ്റ്, അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ മുകളിലൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്, നെസ്റ്റഡ് ലിസ്റ്റ് എക്സാമ്പിൾ. ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ട്. ആ മെയിൻ ലിസ്റ്റിനകത്ത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്. ഇനി വെജിറ്റബിൾസിനകത്ത് എനിക്ക് പിന്നെയും സബ് കാറ്റഗറീസ് എഴുതണം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലിസ്റ്റാണ്. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ലിസ്റ്റിലെ ഒരു ലിസ്റ്റ് ഐറ്റമാണ്. ആ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ താഴെ എനിക്ക് വേറൊരു ലിസ്റ്റ് വരണം. ആ ലിസ്റ്റിൻ്റെ അകത്ത് ലിസ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണ്? ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, റൂട്ട്സ്. അതായത് ലീവ്സ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ ഫ്ലവേഴ്സ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസിനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ താഴെ എനിക്ക് വേറെ ഒരു ലിസ്റ്റ് വരണം. അതിനകത്ത് 4 ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതിലൊരു ലിസ്റ്റ് ഐറ്റം എടുക്കുകയാണ്, ലീവ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഐറ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ എനിക്ക് വേറൊരു ലിസ്റ്റ് വരണം. ആ ലിസ്റ്റിൽ 3 ഐറ്റംസ് ഉണ്ട്, ക്യാബേജ്, ലെറ്റ്യൂസ്, സ്പിനാഷ്. അതുപോലെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഐറ്റംസിൻ്റെ താഴെ വേറൊരു ലിസ്റ്റ് വരണം. അതിനകത്ത് 2 ഐറ്റംസാണ്, കോളിഫ്ലവർ, ബ്രോക്കോളി. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ്. ഇവിടെ ഇപ്പോൾ 3 ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഔട്ടർ ലിസ്റ്റിനകത്ത് 3 ഐറ്റംസാണ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്. ആ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു ഇന്നർ ലിസ്റ്റ് വരും. അവിടെ 4 ഐറ്റംസാണ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, റൂട്ട്സ്.
ആ ലീവ്സിനകത്ത് തന്നെ വേറൊരു ലിസ്റ്റ് വരും, അവിടെ 3 ഐറ്റംസ് ഉണ്ട്. ഈ രീതിയിൽ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് അങ്ങനെ പല ലിസ്റ്റുകളായിട്ട് നെസ്റ്റഡ് ആയിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ അതിനെങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഞാനൊരു അൺഓർഡേർഡ് ലിസ്റ്റാണ് ഇവിടെ നെസ്റ്റഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിനകത്ത് വരുന്ന എല്ലാ ലിസ്റ്റുകളും അൺഓർഡേർഡ് ആണ്. നിങ്ങൾക്ക് നെസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അൺഓർഡേർഡ് ലിസ്റ്റോ ഓർഡേർഡ് ലിസ്റ്റോ ഡെഫിനിഷൻ ലിസ്റ്റോ ഒരു ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓർഡേർഡോ അൺഓർഡേർഡോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഏത് ലിസ്റ്റ് വേണമെങ്കിലും ഇതേപോലെ യൂസ് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് എവിടെയാണ് ഓരോ ലിസ്റ്റും സ്റ്റാർട്ട് ചെയ്യണത് എൻഡ് ചെയ്യണതെന്നൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാം. അപ്പോൾ ആദ്യം നെസ്റ്റഡ് ലിസ്റ്റ് എക്സാമ്പിൾ എന്നൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ലിസ്റ്റിനകത്ത് 3 ലിസ്റ്റ് ഐറ്റംസ് ആണ്: വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്. ഇനി വെജിറ്റബിൾസിനകത്താണ് നമുക്ക് എന്ത് വേണ്ടത്? അതിൻ്റെ താഴെയാണ് അടുത്ത ലിസ്റ്റ് വേണ്ടത്. അപ്പോൾ ഞാനിതിങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ടതാണ് ഇവിടെ. അപ്പോൾ ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഐറ്റം ഇവിടെ എഴുതിയിട്ട് ആ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ തന്നെ എന്ത് വേണം? എനിക്ക് അടുത്ത ലിസ്റ്റ്, അതിന് താഴെയായിട്ട് അടുത്ത ലിസ്റ്റ് വേണം. അപ്പോൾ ആ ഒരു LIയുടെ അകത്ത്, അതായത് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞത് ലിസ്റ്റ് ഐറ്റമാണ്. ആ LI ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വേറൊരു ലിസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തു. ഈ ലിസ്റ്റിൽ എന്താ വേണ്ടത്? ഫ്ലവേഴ്സ്, ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറീസാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു UL ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഓർഡർ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? 4 ലിസ്റ്റ് ഐറ്റംസ്: ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, റൂട്ട്സ്. ഇങ്ങനെ 4 ലിസ്റ്റ് ഐറ്റംസ് ആണുള്ളത്. ഇനി ഇതിൽ ലീവ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ താഴെ എന്ത് വേണം? എനിക്ക് വേറൊരു അൺഓർഡേർഡ് ലിസ്റ്റ് വേണം. ക്യാബേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ലീഫി വെജിറ്റബിൾസ് എഴുതിയില്ലേ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലീവ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഐറ്റം ഇവിടെ തുടങ്ങണു, ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലീവ്സ് എഴുതിയിട്ടുണ്ട്, വേറൊരു അൺഓർഡേർഡ് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഈ അൺഓർഡേർഡ് ലിസ്റ്റിൽ എന്താ ഉണ്ടാവുക? അതിനകത്ത് 3 ലിസ്റ്റ് ഐറ്റംസ് ആണുള്ളത്: ക്യാബേജ്, ലെറ്റ്യൂസ് ആൻഡ് സ്പിനാഷ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ മനസ്സിലായില്ല. ഒരു ഔട്ടർ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അതിലെ ഒരു ലിസ്റ്റ് എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഐറ്റമാണ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ആ വെജിറ്റബിൾസിൻ്റെ താഴെ അതേ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അടുത്ത അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുന്നത്. ആ അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് 4 ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്: ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, റൂട്ട്സ്. അതിൽ ലീവ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ അടുത്ത അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുന്നത്. അതിനകത്ത് 3 ഐറ്റംസ് ഉണ്ട്. ഇതേപോലെ തന്നെ എവിടെ ഉണ്ടാവും? ഈ ഫ്ലവേഴ്സിൻ്റെ താഴെ നമ്മൾ വേറൊരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണു. അതിനകത്ത് 2 ഐറ്റംസ് ഉണ്ട്. ഇത് മുഴുവൻ എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് എഴുതുക. ഓരോന്ന് എങ്ങനെ എഴുതാമെന്ന് കൃത്യമായി നോക്കിയിട്ടൊന്ന് കൂടെ എഴുതി നോക്കുക കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ താഴെ വീണ്ടും ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 4 ഐറ്റംസ് ഉണ്ട്. അതിനുശേഷം റൂട്ട്സ്, അതിൻ്റെ താഴെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ഇൻസൈഡ് ലിസ്റ്റ് എഴുതുക. ഇത് റൺ ചെയ്താൽ എങ്ങനെയാണുള്ളതെന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഓരോ ബുള്ളറ്റും എങ്ങനെയാണെന്നൊക്കെ ടൈപ്പൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇവിടെ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഒരു ഓർഡറാണ് നമ്മളിപ്പോൾ കണ്ടത്. ആദ്യം വരിക ഡിസ്ക്കാണ്, പിന്നെ സർക്കിൾ, ദെൻ സ്ക്വയർ. ആ ഒരു രീതിയിലാണ് വന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും ബുള്ളറ്റ് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് അൺഓർഡേർഡ് ലിസ്റ്റാണ് നെസ്റ്റഡ് ആയിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഓർഡേർഡ് ലിസ്റ്റോ ഡെഫിനിഷൻ ലിസ്റ്റോ, അപ്പോൾ ഇവിടെ തന്നെ ഇത് രണ്ടും അൺഓർഡേർഡ് ലിസ്റ്റ്. ഫസ്റ്റത്തത് അൺഓർഡേർഡ് ലിസ്റ്റ്, അതിന് ശേഷം ഈ കാറ്റഗറീസ് വേണമെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിന് ഓർഡേർഡ് ലിസ്റ്റ് ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു അൺഓർഡേർഡിൻ്റെ ഉള്ളിൽ ഓർഡേർഡും അങ്ങനെയൊക്കെ എഴുതാം. ഏത് രീതിയിൽ വേണമെങ്കിലും നെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ടേബിൾസ് അടുത്ത വീഡിയോയിൽ.